ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് വടനാകുറിശ്ശിയാണ് കേട്ടോ. അവിടെ വന്ന ഉടനെ നേക്കുട്ടീനെ കണ്ടപ്പോൾ അവളുടെ അടുത്തേക്ക് വേഗം ചെന്നതാണ് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് നേരം അവളേനൊക്കെ കളിപ്പിച്ചതിന് ശേഷം വേഗം ചായ കുടിച്ചു കേട്ടോ. ഇത് ചക്കപ്പേരിയാണ്, മേമ്മയുടെ വീട്ടിൽ നിന്ന് കൊടുന്നതാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കൂട്ടി നന്നായി ചായ കുടിച്ചു. പിന്നീട് ഇവരുടെ വീട്ടിലേക്ക് വന്നപ്പോഴാണെങ്കിൽ ഇവിടെ ചക്ക വറക്കുന്നുണ്ട് കേട്ടോ. ഈ വർഷത്തെ ആദ്യത്തെ ചക്ക വറവ് ഞാൻ ഇവിടെ നിന്നാണ് കേട്ടോ കാണുന്നത്. ഞങ്ങൾ ചക്കയൊന്നും വറുത്തിട്ടില്ല. നമ്മൾ ചക്കക്കാലായ ചക്കയൊക്കെ വറുക്കുമല്ലോ അല്ലേ, അപ്പോൾ ഇപ്രാവശ്യം വറുത്തിട്ടില്ല കേട്ടോ. പിന്നീട് ഇതാ മേമ്മയുടെ മോള് +2 എഴുതിയെടുക്കാൻ പോവാണ് കേട്ടോ. അവൾ +2 ഒന്നും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവൾ അത് എഴുതിയെടുക്കാൻ വേണ്ടിയിട്ട് ഉള്ള നെട്ടോട്ടത്തിലാണ്. അപ്പോൾ കുറേ അസൈൻമെൻറ്റും കാര്യങ്ങളൊക്കെ എഴുതിയിട്ട് ഫുള്ളാക്കാനുണ്ടായിരുന്നു. അപ്പോൾ അനിയത്തി സഹായിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒപ്പം ഞാനും എഴുതി തരാമെന്നൊക്കെ പറഞ്ഞിട്ട് ഞാനും കുറച്ച് എഴുതി കൊടുത്തു കേട്ടോ. നമ്മൾ ഈ പഠിക്കുന്ന കാലത്ത് ചിലർക്ക് എഴുതാനായിരിക്കില്ലേ കൂടുതൽ ഇഷ്ടം. ഞാൻ ആ ഒരു ടൈപ്പിൽ പെട്ട ആളായിരുന്നു കേട്ടോ. ചിലർക്ക് വായന ആയിരിക്കുമല്ലോ ഇഷ്ടം. രണ്ട് വിധ ആൾക്കാരുണ്ടായിരിക്കും. ചിലർക്ക് എഴുത്തായിരിക്കും ഏറ്റവും ഇഷ്ടം, ചിലർക്ക് വായന ആയിരിക്കും ഏറ്റവും ഇഷ്ടമല്ലേ. അങ്ങനെ വ്യത്യസ്ത ടൈപ്പ് ആൾക്കാരുണ്ടായിരിക്കുമല്ലേ. പിന്നെ കറണ്ട് പോയപ്പോൾ ഞങ്ങൾ പുറത്ത് വന്നിരുന്നതാണ് കേട്ടോ. പിന്നീട് കറണ്ട് വന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് കിടന്നുറങ്ങി കേട്ടോ. അപ്പോൾ അന്നത്തെ ദിവസത്തെ അത്ര കാര്യങ്ങളേ ഉള്ളൂ. ഇത് ഞാൻ പിറ്റേ ദിവസം എടുത്ത കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ 2-3 ദിവസങ്ങളായിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ ഞാൻ ഈ വ്ളോഗിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇന്നത്തെ ദിവസമാണെങ്കിൽ പൈപ്പിൽ വെള്ളം അധികം വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇവിടെ പൈപ്പിലെ വെള്ളമാണ് കേട്ടോ കൂടുതൽ ഉപയോഗിക്കുന്നത്. കിണറ്റിൽ വെള്ളം ഉണ്ടെങ്കിലും കൂടുതൽ മോട്ടർ അടിച്ചെടുക്കാറൊന്നുമില്ല. ഇവിടെയൊക്കെ ചുറ്റുവട്ടത്ത് ഒരുപാട് ആൾക്കാരും ഈ പൈപ്പിലെ വെള്ളമാണ് കേട്ടോ ഉപയോഗിക്കുക. ഈ ഉണ്ട ചെമ്പരത്തി നല്ല ഭംഗിയുണ്ടല്ലേ കാണാനായിട്ട്. അപ്പം ഞങ്ങൾ എന്ത് വിചാരിച്ചു, ഇന്ന് നമുക്ക് അമ്പലക്കുളത്തിലേക്ക് പോവാം കുളിക്കാനൊക്കെ ആയിട്ട്, കുട്ടികളെയൊക്കെ കൂട്ടിയിട്ട്. അതൊരു രസമല്ലേ, എല്ലാവരും കൂടി ഉള്ളതല്ലേ എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ ഇത് ചെറിയാണ് കേട്ടോ. ഇതിവിടെ വർഷങ്ങൾക്ക് മുന്നേ നട്ട സംഭവമാണ്. ഇതിൽ ആദ്യമൊക്കെ കായ ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ അധികമായിട്ട് ഉണ്ടാവാറില്ല. ഇപ്പോൾ വീണ്ടും ഇത് പൂത്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. കായൊക്കെ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇത് പഴുത്താലും നമുക്ക് കടയിൽ നിന്നൊക്കെ കിട്ടുന്ന ചെറി പോലെ അല്ല കേട്ടോ. അതായത് നമുക്ക് ഈ ചെറി എന്ന് പറയുന്നത് ചെറിയായി തീരാനായിട്ട് ഇത് പൊട്ടിച്ചിട്ട് പഞ്ചസാര പാവിലൊക്കെ ഇട്ട് വെച്ചിട്ട് കുറച്ച് ദിവസങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം തോന്നുന്നു കേട്ടോ ഇത് ആ റെഡ് കളറും നല്ല മധുരമൊക്കെ ആവുന്നത്. ഇപ്പോൾ ഇതൊക്കെ പഴുത്തതാണെങ്കിൽ ഇതെടുത്ത് കടിച്ചു കഴിഞ്ഞാൽ നല്ല പുളിയാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ ഇന്ന് നല്ല ചീരക്കറിയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നല്ല ചട്ടിയിൽ ചീരക്കറിയൊക്കെ ഇങ്ങനെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിവിടെ പാടത്ത് വെണ്ടയും പയറൊക്കെ കൃഷിയുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് വാങ്ങിച്ചു കൊടുന്നതാണ്. അങ്ങനെ ഞങ്ങൾ പ്ലാൻ ഇട്ട മാതിരി ഞങ്ങളിങ്ങനെ പോവാണ് കേട്ടോ കുളത്തിലേക്ക്. അപ്പോൾ ഇവിടെ പാടത്തുള്ള മറ്റേ കുളം ഉണ്ടല്ലോ, ഞാൻ എൻ്റെ മുന്നത്തെ വീഡിയോയിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കേട്ടോ. ഇവിടെ വരുമ്പോൾ ഒരു കുളം. അപ്പോൾ ആ കുളമൊക്കെ ഇപ്പോൾ വറ്റി വരണ്ട് കിടക്കാണ് കേട്ടോ. ഇതാണ് ഞങ്ങൾക്ക് അടുത്തുള്ള കുളം എന്ന് പറയുന്നത്. ഇവിടെയാണ് ഞങ്ങൾ കൂടുതലും കുളിക്കാനൊക്കെ വരാറ് കേട്ടോ. അപ്പോൾ ഇവിടെ കണ്ടോ നല്ല വേനലായിട്ട് വറ്റി വരണ്ടിട്ടാണ് കേട്ടോ കിടക്കണത്. അപ്പോൾ ഇനിയിപ്പോൾ ഒരു 2 മാസമൊന്നും വേണ്ട കേട്ടോ. 1 മാസം കൊണ്ട് തന്നെ മഴയൊക്കെ പെയ്ത് കഴിയുമ്പോഴേക്കിനും ഇത് നിറഞ്ഞൊഴുകാൻ തുടങ്ങും കേട്ടോ. അപ്പോൾ ഈ ഒരു കൊടും വേനലിൽ ഇതിൻ്റെ അവസ്ഥ എങ്ങനെയാണ് കേട്ടോ. അമ്പലക്കുളത്തിലേക്കാണെങ്കിൽ കുറച്ചധികം അങ്ങോട്ട് പോകാനുണ്ട് കേട്ടോ. ഞങ്ങൾക്ക് റോഡ് വഴിയല്ല, ഞങ്ങൾ പാടത്തു കൂടെ അങ്ങനെയോട് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം അങ്ങനെ കുട്ടിപ്പട്ടാളങ്ങളെല്ലാവരും കൂടിയിട്ട് അങ്ങനെ ഞങ്ങൾ നടന്നു പോകാൻ കേട്ടോ. ബാക്കി വിശേഷങ്ങൾ കാണാം കേട്ടോ.
അമ്പലക്കുളത്തിൽ 2 കടവുകളുണ്ട് കേട്ടോ. അതുപോലെ തന്നെ കുളപ്പേരയുണ്ട് കേട്ടോ. നല്ല ഭംഗിയാണ് കേട്ടോ തൂണുകളൊക്കെ ഇട്ട് കാണാനായിട്ടിത്. ഇത്രയും പേരും കൂടി കുളത്തിൽ വന്നിട്ട് ഒരാൾക്ക് പോലും സോപ്പ് എടുക്കണം എന്നുള്ളൊരു ഓർമ്മ ഉണ്ടായിട്ടില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ സോപ്പ് ഇല്ലാതെയാണ് കേട്ടോ ഞങ്ങൾ വന്നിട്ടുള്ളത്. അങ്ങനെ കുറച്ച് സമയം അവിടെ പോയിട്ട് ഒരാൾ കണ്ടോ നേരം പോകാനായിട്ട് ഫോണൊക്കെ കാണാം കേട്ടോ കുളത്തിലിരുന്നിട്ട്. പിന്നെ മക്കളേനെ വീട്ടിലേക്ക് പറഞ്ഞയച്ചു കേട്ടോ സോപ്പ് എടുക്കാനായിട്ട്. സോപ്പില്ലാതെ തുണികളൊന്നും കഴുകാൻ കഴിയില്ലല്ലോ. അപ്പം അങ്ങനെ കുറച്ച് സമയം അവിടെ പോസ്റ്റായിട്ട് നിന്നു കേട്ടോ. പിന്നീട് സോപ്പൊക്കെ കൊടുന്ന് ഞങ്ങൾ കുളിച്ചിട്ട് വീട്ടിലെത്തിയപ്പോഴേക്കും ഒരു നേരമായിട്ടോ ഭയങ്കരമായിട്ട് വയ്യാതെയായിട്ടോ. കാരണം കുറച്ച് വെയിലും ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ നടന്നിട്ടൊന്നും അധികം ശീലമില്ല. ഈ വെള്ളമാണെങ്കിൽ ഇപ്പോൾ ഇവിടെ വെള്ളമില്ലാത്തതുകൊണ്ട് പുറത്തുനിന്ന് കുഴൽ കിണറ്റിൽ നിന്ന് അടിക്കുന്ന വെള്ളമാണ് കേട്ടോ. അപ്പോൾ കുറച്ച് നല്ല വെള്ളത്തിലൊക്കെ തലയൊക്കെ കഴുകാമെന്നൊക്കെ വിചാരിച്ചിട്ട് അവിടെ പോയി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ മഴ ഇല്ലാത്തതുകൊണ്ട് തന്നെ വെള്ളം ഇവിടെയും കുറവാണ് കേട്ടോ. വീട്ടിലെത്തിയപ്പോഴേക്കും ഭയങ്കര വിശപ്പായിരുന്നു കേട്ടോ. അങ്ങനെ വേഗം ചോറൊക്കെ കഴിച്ചു. നല്ല പയറുപ്പേരി, നാടൻ പയറിൻ്റെ ഉപ്പേരി നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. ഇത് വൈകിട്ട് ഓടിൻ്റെ മുകളിലൊരു മയിൽ വന്നിരിക്കുന്നത് കണ്ടപ്പോൾ ഇങ്ങനെ ഞാൻ വീഡിയോ എടുത്ത് വെച്ചതാണ് കേട്ടോ. നല്ലൊരു ഓമക്കായ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓമക്കായ എന്ന് കേട്ടോ ഞങ്ങളിവിടെയൊക്കെ പറയുക. പപ്പായ, പലരും പല പേരും പറയില്ലേ, കറുമൂസും കായ, കറുവത്തും കായ, അങ്ങനെയൊക്കെ പല പല പേരുണ്ടല്ലോ ഇതിന്. അപ്പം അതിൻ്റെ കളർ നല്ല ഭംഗിയിട്ട് ഒരു മഞ്ഞ നിറം നന്നായി പഴുത്തിട്ടുണ്ട് കേട്ടോ. ഇനി കഴിച്ച് കഴിഞ്ഞാൽ അറിയാം കേട്ടോ മധുരം ഉണ്ടോ എന്നുള്ളത്. ഇപ്പോൾ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ. അപ്പോൾ കുറേ ആയിട്ട് ഒരു ഓമക്കായൊക്കെ കഴിച്ചിട്ട് പഴുത്തത്. അപ്പോൾ അങ്ങനെ അത് കിട്ടിയപ്പോൾ നല്ല സന്തോഷമായിട്ട് അങ്ങനെ അത് കഴിച്ചു. ഇതിപ്പോൾ ഞാൻ പിറ്റേ ദിവസമാണ് കേട്ടോ പിന്നീടുള്ള കാര്യങ്ങൾ എടുക്കണത്. പിറ്റേ ദിവസമാണെങ്കിൽ നിത്യ പറഞ്ഞു നമുക്ക് താളി ഉണ്ടാക്കിയിട്ട് ചേച്ചി താളിയൊക്കെ തേക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് അവൾ ഒരുപാട് സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ താളി ഉണ്ടാക്കാനായിട്ട്. നമ്മൾ ഇന്നലെ പാടത്ത് പോയപ്പോൾ പൊട്ടിച്ച കഞ്ഞുണ്ണിയാണ് കേട്ടോ ഇത്. നമ്മുടെ പാടത്തൊക്കെ ഇഷ്ടം പോലെ കാണില്ലേ കഞ്ഞുണ്ണി. ഇത് നമ്മുടെ മുടിക്ക് നല്ല ഒരു ഗുണമുള്ള സാധനമാണ് കേട്ടോ. മുടി കറുക്കാനും മുടി വളരാനൊക്കെ. അതുപോലെ തന്നെ നല്ല തണുപ്പാണ് കേട്ടോ കഞ്ഞുണ്ണി. അതുപോലെ ചെമ്പരത്തിയുടെ ഇല, ചെമ്പരത്തി പൂവ്, ഉലുവ, കറ്റാർ വാഴ, ചുവന്ന ഉള്ളി. ഇത് താരം പോവാനാണ് ഇത്ര കേട്ടോ ചുവന്ന ഉള്ളി കൂട്ടണത്. അങ്ങനെ കുറേ സാധനങ്ങൾ ഇട്ടിട്ടാണ് കേട്ടോ അവൾ ഈ താളി ഉണ്ടാക്കിയത്. അപ്പോൾ എനിക്കും തോന്നി കേട്ടോ നല്ല താളിയാണ് ഇത് എന്നുള്ളത്. അതുപോലെ തന്നെ നമ്മൾ എണ്ണ കാച്ചാനും ഈ ഐറ്റംസൊക്കെ തന്നെയല്ലേ നമ്മൾ എണ്ണ കാച്ചാനായിട്ട് ഉപയോഗിക്കാം. ഇതൊക്കെ നമ്മുടെ മുടിക്ക് നല്ല ഗുണങ്ങൾ തരുന്ന സാധനങ്ങളാണല്ലേ. മുടി വളരാനും കറുപ്പിനും താരം പോവാനും അങ്ങനെയൊക്കെ. അങ്ങനെ എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടൊരു താളി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇന്നലെ വന്ന മുഴുവൻ പേരും ഇന്ന് കുളിക്കാനില്ല കേട്ടോ. ഞങ്ങൾക്ക് ശരിക്കും വെയിലത്ത് പോകാൻ നട്ടപ്രാന്താന്നുള്ളത് കാണുന്നവർ വിചാരിക്കുന്നുണ്ടാവും കേട്ടോ. പക്ഷേ എല്ലാവരും കൂടി കൂടുമ്പോൾ ഇങ്ങനെ എപ്പോഴെങ്കിലുമൊക്കെ ഉള്ളൂ. അതുകൊണ്ടാണ് കേട്ടോ രസത്തിൻ്റെ പുറത്ത് ചെയ്യണതാണ് ഇതൊക്കെ. ഇന്നിപ്പോൾ എന്തായാലും വെള്ളമൊക്കെ ഉണ്ട്. എന്നാലും ഞങ്ങൾ വെറുതെ ഒരു രസത്തിന് വേണ്ടി പോരുന്നതാണ് കേട്ടോ. നയനൊന്നും ഇല്ല എന്ന് പറഞ്ഞതാണ്. അവളെയൊക്കെ പിടിച്ച് വലിച്ച് കൊണ്ടുപോകാൻ കേട്ടോ. അവൾ കുടയൊക്കെ പിടിച്ചിട്ടാണ് വരുന്നത്. അങ്ങനെ നല്ല താളിയൊക്കെ തേച്ച് കുളിച്ച് ഞങ്ങൾ തിരിച്ചു പോന്നു കേട്ടോ. പക്ഷേ ഇനി ഞങ്ങൾ എന്തായാലും നാളെ പോകണില്ലെന്ന് തീരുമാനിച്ചിട്ടാട്ടോ വന്നത്. കാരണം തീരെ വയ്യാതെ കേട്ടോ വെയിൽ കൊണ്ടിട്ട് നടന്നിട്ടൊക്കെ അങ്ങനെ. അപ്പോൾ ഈ ഒരു വ്ളോഗിൽ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം. എപ്പോഴും പറയുന്ന പോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇവിടുത്തെ ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് മറ്റൊരു വ്ളോഗ് ഞാനിടാം കേട്ടോ. അപ്പോൾ ടാറ്റാ ബൈ.